ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയാണ്. എൻ്റെ അമ്മയുടെയൊക്കെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. പണ്ട് കാലത്തൊക്കെ എപ്പോഴും ഇതിങ്ങനെ അമ്മ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും. അപ്പോൾ കഞ്ഞി കുടിക്കാൻ നേരത്തും പെട്ടെന്ന് നമുക്ക് കറിയില്ലാത്തപ്പോഴൊക്കെ ആണെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇതിപ്പം ബാച്ചിലേഴ്സിനോ അല്ലെങ്കിൽ പ്രവാസികൾക്കോ അവർക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇത് മാസങ്ങളോളം കേടുകൂടാതിരിക്കുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ. അങ്ങനെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉപ്പ് വേണം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളകുള്ളവർ മുളക് എടുത്താലും മതി കേട്ടോ, മുളക് പൊടി വേണം നിർബന്ധമൊന്നുമില്ല. 1 സ്പൂൺ മല്ലിപ്പൊടി, 7 തണ്ട് കറിവേപ്പിലയാണിത്, ഞാൻ അടർത്തി വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളിയാണ്. ഞാനത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കുരുവും നാരും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഒരു 3 ഇല, തളിര് ഇലയാണ്. അതായത് ചെറുനാരങ്ങയുടെ നാരകത്തിൻ്റെ 3 തളിരിലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 7 കൊച്ചുള്ളി, 1 സ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കുരുമുളകിന് പകരം കുരുമുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. പൊടിയൊക്കെ ഏറ്റവും അവസാനം എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. ഒരു 7 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി വേണ്ടത് ഒരു തേങ്ങയാണ്. ഇതൊരു വലിയ തേങ്ങയാണ്. അപ്പം ഇത് ചിരണ്ടി ഇട്ടതിന് ശേഷം അപ്പോൾ ചിരണ്ടുമ്പോൾ നമുക്കിത് പല വലിപ്പത്തിലായിരിക്കുമല്ലോ കിട്ടുന്നത്. അന്നേരം നമ്മൾ വറക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഫ്രൈ ആയി വരികയില്ല, കളർ മാറത്തില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അത് കറക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ എല്ലാം ഒരേപോലെ ഒരുമിച്ച് നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് ഞാനങ്ങനെ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയതാണ്. ഒത്തിരി കറക്കരുത്, ഒത്തിരി അരക്കരുത്, ഇവിടെ അരച്ചാൽ അരഞ്ഞു പോവേ. അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. തേങ്ങ നമ്മൾ അതിലോട്ട് വെച്ചു. നമുക്കതിലോട്ട് കൊച്ചുള്ളി ഇടാം, വെളുത്തുള്ളി ഇടാം, ഇഞ്ചി ഇടാം, കുരുമുളകിടാം, ഇനി നമുക്ക് ഉഴുന്നിടാം, കറിവേപ്പില ഇടാം, നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കളർ മാറാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് ആക്കണം, കാരണം പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ സ്റ്റൗ കത്തിക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിച്ചിട്ട് മൊത്തം കരിഞ്ഞു പോവേ. പാത്രത്തിലൊക്കെ പിടിച്ച് ഉഴുന്നുപരിപ്പൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതുപോലെ മല്ലിപ്പൊടി ഉഴുന്നുപരിപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് എണ്ണയായിട്ടങ്ങനെ
പോകത്തില്ല. നല്ലപോലെ നല്ല പൊടി പൊടിയായിട്ടിരിക്കും ഇത് അരയ്ക്കുമ്പോൾ. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ പറയുന്നത് എണ്ണ ആയിപ്പോയി, മുഴുവൻ കുഴഞ്ഞു പോയി എന്ന്. ഇങ്ങനെ എടുക്കുമ്പോൾ അത് കുഴയത്തില്ല കേട്ടോ. പിന്നെ അതുപോലെ നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മുടെ നാരകത്തിൻ്റെ ഇല നമുക്ക് ഇതിനകത്തോട്ടിടാം. പിന്നെ പുളിയും നമുക്കിടാം, കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണല്ലോ. ഇട്ടിളക്കാം. നമ്മൾ പച്ചത്തേങ്ങ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരയ്ക്കുമ്പം കുറേശ്ശെ ഇട്ടിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ, അല്ലെങ്കിൽ അരഞ്ഞു പോവുക, എല്ലാം ശരിയായിട്ട് കറക്റ്റായിട്ട് വരത്തില്ല കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ നല്ല വിളഞ്ഞ തേങ്ങ തന്നെ എടുക്കണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ നല്ലതായിട്ട് വരത്തുള്ളൂ. പിന്നെ കുറേ നാൾ നമുക്ക് കേടുകൂടാതൊക്കെ ഇരിക്കണമെങ്കിൽ നല്ല വിളഞ്ഞ തേങ്ങ എടുക്കണം. കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ പിന്നെ ഇടാം കേട്ടോ, ഒത്തിരി ഇടരുതിപ്പം. കാരണം ചമ്മന്തിപ്പൊടിക്ക് നല്ല ഉപ്പും വേണം, നല്ല എരിവും വേണം, നല്ല പുളി അങ്ങനെ വേണം. അങ്ങനെയാകുമ്പോഴാണ് അതിന് ടേസ്റ്റ്. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കൂട്ടി വെച്ചൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ മൊത്തം കരിഞ്ഞു പോകും, ടേസ്റ്റ് ഉണ്ടാകില്ല. ക്ഷമയോടെ ഈ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ കളർ മാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ സിമ്മിലോട്ട് മാറ്റുക. സിമ്മിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കളറൊക്കെ ഏതാണ്ട് ആയി വരുന്നു. അപ്പോൾ ഒത്തിരി മൂക്കാൻ വേണ്ടി കാത്തിരിക്കരുത്, അതിന് മുമ്പായിട്ട് ഇത് ഓഫ് ചെയ്യണം. കാരണം ഇത് ഇരുന്നിട്ടൊരു മൂക്കലുണ്ട്. അപ്പം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇടാൻ. അതിനുശേഷം ഇത് തണുക്കണം. തണുത്തതിന് ശേഷം വേണം നമ്മൾ അരയ്ക്കാൻ. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അരയ്ക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിലൊക്കെ ഉപ്പോ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാൻ പറ്റും. സിമ്മിലോട്ട് മാറ്റാൻ നമുക്ക്, അല്ലെ കരിഞ്ഞു പോകും.
കണ്ട ഇത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് തന്നെ വെച്ചിരുന്നാൽ കൂടുതൽ മൂത്ത് പോകും. അന്നേരം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒരു പരന്ന പാത്രത്തിലോട്ട് പറഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ആറിക്കോളും. ആറിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുക്കാം. ഇത് ഓവറായിട്ട് അരക്കരുത്, ഒത്തിരി അരക്കരുത്, പൊടിയായിട്ടിരിക്കണം. ഇച്ചിരി തരിയോടുകൂടിയുള്ളതാണ് നല്ലത്. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് മല്ലിപ്പൊടി ഇടാം. മുളക് പൊടി ഇടാം. എരിവൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ് കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നല്ല ചൂടായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി. അപ്പം ഇനി ഞാനിതൊരു വേറൊരു പാത്രത്തോട്ട് മാറ്റുവാണ്. അങ്ങനെയാകുമ്പോഴാണ് എന്നിട്ട് നിരത്തി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആറിക്കോളും. എന്നിട്ട് വേണം ഇത് പൊടിക്കാൻ. ഇതുപോലെ നല്ലൊരു വലിയ പരന്ന പാത്രമുണ്ട്. അതിനകത്ത് പെട്ടെന്ന് മാറി വരും. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അരയ്ക്കാൻ പറ്റും. അപ്പം ഞാനിനി ഇത് തണുത്തതിന് ശേഷം ഞാൻ ഇത് പൊടിച്ചിട്ട് അതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല എരിവും പുളിയും ഉപ്പൊക്കെ ഉള്ളതാണല്ലോ ഈ ചമ്മന്തിപ്പൊടി. അപ്പം അതിന് ടേസ്റ്റ് ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർക്ക് അത് ഓപ്ഷനാണ്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് ഓപ്ഷനാണ്, നിർബന്ധമില്ല കേട്ടോ. ഇതിങ്ങനെ നിരത്തി വെക്കുക. അപ്പം തണുത്ത് കഴിയുമ്പോൾ ഞാൻ പൊടിച്ചിട്ട് പിന്നെ നമുക്ക് കാണാം കേട്ടോ, പൊടിച്ചതിന് ശേഷമേ. അപ്പോൾ ചമ്മന്തിപ്പൊടിയൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പൊടിയായി ഇരിക്കുന്നത്. ഇത് ഫ്ലോപ്പ് ആകത്തില്ല. എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഈ മെഷർമെൻ്റ് എല്ലാം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി വരും. അതുപോലെ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഇത് പൊടിക്കാവുള്ളൂ. ഒട്ടും വെള്ളമില്ലാത്ത മിക്സിയുടെ ജാറിൽ വേണം പൊടിച്ചെടുക്കാൻ. അതുപോലെ ഇതിലിടുന്ന സ്പൂണുകളും വെള്ളമില്ലാത്തത് വേണം.
അപ്പം അടിപൊളിയായിട്ട് വരും. ഇത് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ഉപ്പുമാവിൻ്റെ കൂടെ വരെ ഇത് ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.